ഉമ്മീനെ മിസ് ചെയ്യുമ്പം ഉമ്മിയുടെ ഫുഡ് മിസ് ചെയ്യും. അപ്പോൾ ഉമ്മീൻ്റെ പരിപ്പ് കറിയും ചോറും ഒക്കെ ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ ഇന്ന് ലഞ്ചിന് പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി വേവിച്ച് വെച്ച പരിപ്പിലേക്ക് കടുക് പൊട്ടിച്ചും വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ താളിച്ചതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഇടുമ്പോൾ കിട്ടുന്ന ഒരു സൗണ്ട് ഉണ്ട്, അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ കുക്കിംഗ് ഒട്ടും അറിയാത്ത ഒരാളായിരുന്നു. സത്യത്തിൽ ആഫ്റ്റർ മാരേജാണ് കുക്കിംഗ് എന്തിനാണ് ചെയ്യുന്നതിനും കുക്കിങ്ങിനുള്ള ഹാപ്പിനെസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സൊക്കെ ഉണ്ടാക്കും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കും, ഒറ്റയ്ക്ക് തന്നെ ട്രൈ ചെയ്യും. ബട്ട് അന്ന് എൻ്റെ ഉമ്മി എന്നെ നല്ല ചീത്ത അറിയായിരുന്നു. കാരണം കിച്ചണിൽ ഇരട്ടിപ്പണിയാക്കി വെക്കുന്നതിനെ അന്നൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഴിക്കും. കാരണം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർ രസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ആക്കാനുള്ള മടി കൊണ്ടാണ്. പക്ഷെ ഒറ്റയ്ക്കുള്ള ലൈഫ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. സോ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കനിലെ ഓയിലിലേക്ക് നമുക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാം. എല്ലാ മസാലകളും ഇട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നമുക്ക് സോയാ സോസും ഒഴിച്ചു കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ കയ്യിലെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാപ്സിക്കവും കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണ്. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊരു 7 to 10 മിനിറ്റ്സ് നന്നായിട്ട് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാം. കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. പക്ഷേ കുക്ക് കഴിഞ്ഞിട്ടുള്ള ആ പാത്രങ്ങൾ കഴുകി വെക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ആദ്യമൊക്കെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ കിച്ചണിലെ പണി കഴിഞ്ഞ് അതുപോലെ ചാടി ഇറങ്ങുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോഴാണ് കിച്ചൺ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവാൻ തുടങ്ങിയത്. പക്ഷെ എന്ത് തന്നെ ആയാലും കുക്ക് ചെയ്ത് നമ്മൾ അത്ര നേരം എഫേർട്ട് ഇട്ടിട്ട് ഉണ്ടാക്കിയ ആ ഫുഡ് വേറൊരാൾക്ക് സെർവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത ആൾ തരുന്ന അപ്രിസിയേഷനും നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ടൈം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷനും കൂടിയാണ് ഒരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വീട്ടിൽ എപ്പോഴും നമുക്ക് 3 നേരം ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒരാൾക്ക് നമ്മൾ അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് മോസ്റ്റ്ലി ആരും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളാരും ചെയ്യാത്തൊരു കാര്യമാണ് വീട്ടിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ആളെ അപ്രിസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആടോ, നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന എല്ലാവരുടെയും ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കി തന്ന് സെർവ് ചെയ്യാനാടോ. For me also cooking is the only way to know how to show my love. സത്യമാടോ, കുക്കിംഗ് തന്നെയാണ് ലവ് ലാംഗ്വേജ്.